അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇತ್ತು. നബി തങ്ങൾ അയാളുടെ പേര് ഇತ್ತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽട്ട അത് എഴുതിಬೇಕು ചൊന്നിತ್ತು. സ്വഹാബത്ത് അത് എഴുതി വെച്ചുകൊണ്ടിരുന്നാർ. ആ കൂട്ടത്തിൽ ഇയാളും ഒരാളായിട്ടിತ್ತು. നബി തങ്ങളെ വഹി വന്ന ഖുർആൻ്റെ എഴുതി വെച്ചുകൊണ്ടിತ್ತು. ഇതിൽ പഠിപ്പല്ല അത്യാവശ്യത്തായിരുന്നു. പക്ഷേ മുശ്രിക്കിങ് അയാളെ ബ്രെയിൻ വാഷാക്കിയിട്ട് തല തിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിരിലായിട്ട് അപപ്രചാരാക്കൂ, അയാളെ ബലക്കിയാക്കിയാവും. എന്തോ ആമിഷ കൊണ്ടിട്ട് അയാൾക്ക് എന്തോ കൊടുത്തിട്ടു അയാളെ തല തിന്നിട്ടു അയാൾ സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമിടെ വിട്ടിട്ട് മുശ്രിക്കുകാരുടെ പോയിട്ട് കൂടിയത് മാത്രമല്ല, നബി തങ്ങളെ സംബന്ധിച്ചിട്ട് അപപ്രചാരാക്കുക തുടങ്ങിയത്. ഖുർആനൊന്നും ഇറങ്ങുന്നതല്ലാതെ അള്ളാഹുടെ എന്നല്ല കലാമൊന്നും അല്ല, അത് സ്വയമായിട്ട് മുഹമ്മദ് ഉണ്ടാക്കുന്നതായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്നിട്ട് അപപ്രചാരാക്കിയത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത ബേജാറായിത്ത്. ഇങ്ങനെ അപപ്രചാരാക്കുക തീരല്ലേ. ഒന്നാൾ അതിലേക്ക് ഭയങ്കര സ്വീകരണം അഞ്ഞു കഴിഞ്ഞെല്ലാം അങ്ങനല്ലേ. പിന്നെ എതിരിൽ പറയാൻ തുടങ്ങുമ്പോൾ ശത്രുങ്ങ സഹജമായിട്ട് മുട്ടാക്കിയിട്ട് അഞ്ഞു കഴിഞ്ഞെല്ലാം സ്റ്റേജെല്ലാം കെട്ടിട്ട് പറയ പാട്ടാറ്. സാധാരണ അതിപ്പോൾ നടക്കുന്നത്. 4 ആലിമീങ്ങളെ എതിരിൽ ആരെങ്കിലും ഫസ്റ്റ് ആലിമീങ്ങളെ കൂടെ നിന്നിട്ട് ലാസ്റ്റ് അങ്ങ് ആലിമീങ്ങളെ തൊട്ട് 10 വന്നിട്ട് പറയാൻ തുടങ്ങിയെങ്കിൽ ശത്രുങ്ങ എതിരാളിങ്ങ അങ്ങക്ക് സ്റ്റേജെല്ലാം ആക്കി കൊടുത്തിട്ട് പറയ പാട്ടാറ്. അത് സാധാരണ അണ്ട് നടന്നുകൊണ്ട് ഇപ്പം നടക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യക്കും വേറെ വേറെ പക്കത്തെല്ലാം പ്രസംഗിക്കുള്ള അവകാശമെല്ലാം കിട്ടി തഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് സ്വീകരണ ഭാരി ചെന്നെങ്കിൽ ഇയാൾ ഇസ്ലാമിനെ വിട്ടിട്ട് ഞങ്ങളെ ദീന് തിരിച്ച് വന്ന് ചെന്നിട്ട് മക്കത്തെ മുശ്രിക്കുക ഭാര്യ സന്തല അയാൾക്ക് അഞ്ഞു കഴിഞ്ഞ് പ്രസംഗിക്കുകയും അയാൾക്ക് സ്പീച്ച് ആക്കുള്ള അവകാശം കൊടുത്തിട്ടുണ്ടാറ്. അഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ സ്വീകരണം അയാൾക്ക് നടന്നുകൊണ്ടിരുന്നു. ഈ വിഷയം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിട്ടിയപ്പോൾ നബി തങ്ങൾ ചെന്ന് ഇന്നൽ അർള ലാ തഖ്ബലുഹു, ആ മനുഷ്യ ഇപ്പം എല്ലാവരും അയാളെ സ്വീകരിച്ചിട്ടുള്ള ആൾ, അയാൾ ആർക്കും ബാനായിട്ടാവും, അയാൾ എല്ലാവരും തൊട്ട് റിജക്റ്റ് ആവും. എവിടെ തോറിച്ച് ഭൂമി പോലും അയാൾ റിജക്റ്റ് ആക്കിയിട്ട് ചെന്ന് ഭൂമി റിജക്റ്റ് ആക്കിയിട്ട് എങ്ങനെ? ഇതൊരു സോചിക്കത്തെ വിഷയം. ഈ പലക്കത്ത് എന്തൊരു മർമ്മല്ലേ. അപ്പം സ്വഹാബത്ത് അത് വലിയ ആ പലക്കത്തെ മർമ്മ വന്തായിട്ടില്ല. ബഹുമാനപ്പെട്ട പിന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചെല്ല് ഒരു നാൾ ഞാനിങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ ഓർമ്മത്തിൽ ഭയങ്കര ദുർവാസന, ഭയങ്കര നാരിട്ട് പൊട്ടു. നോക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി പൂണ്ട് കാണ്ട്, ഒരു ശവ പൂണ്ട് കാണ്ട്, ഒരു മനുഷ്യരെ ശവമായിട്ട് കിടും. മുട്ട പോയിട്ട് നോക്കടേ ഇതേ മനുഷ്യമായിട്ട് കിടും. ആറ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നിട്ട് ഖുർആൻ എഴുതിയിട്ടിരുന്ന മനുഷ്യ അവസാനം മക്കത്തെ മുശ്രിക്കിങ്ങനെ ആമിഷത്തിന് ബലിയായിട്ട് അയാൾ ദീന് കൊടുത്തു. എന്നിട്ട് നബി തങ്ങളെ വിരുദ്ധമായിട്ട് അപപ്രചാരാക്കിയപ്പോൾ ആ പ്രചാരാക്കിയിരുന്ന മനുഷ്യ ഇപ്പോൾ ഡെഡ് ബോഡിയായിട്ട് ചത്തിട്ട് പോയിട്ട് കാണും. ഒരു മനുഷ്യ പോലും അയാളെ അടക്കില്ല. അങ്ങനെ ഞാൻ മക്കത്തെ മുശ്രിക്കിൽപ്പെട്ട ചില ആൾമാരെ സമീപിച്ച് ചെന്നേ നോക്കൂ, നിങ്ങളുടെ ആളല്ലേ, നിങ്ങൾ കൊണ്ടു നടന്ന ആൾ ഇപ്പം ഇങ്ങനെ ശവമായിട്ട് പൂണ്ടു, നിങ്ങൾ എന്തേ മുട്ടാക്കില്ല, നിങ്ങൾ എന്തെങ്കിലും അയാൾക്ക് അറ്റ്ലീസ്റ്റ് അയാളുടെ ഒരു പൂത്ത ഉള്ള ഒരു വ്യവസ്ഥ നിങ്ങൾ ആക്കണ്ടേ ചെന്നിട്ട് ഞാൻ കേട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി ദഫന്നാഹു മിറാറൻ ഫലം തഖ്ബലുഹുൽ അർദ്. ആ മനുഷ്യ ചത്തിട്ട് ആ മനുഷ്യർ പൂത്ത പൂത്താണ്ട് മുണ്ട വെച്ചിട്ടില്ല. ഞങ്ങൾ പോയിട്ട് അയാളുടെ പൂത്ര അയാളുടെ ഞങ്ങൾ ഭൂമിയുടെ അടിയിൽ പൂക്കറ. പക്ഷേ പിന്നെ നോക്കൂ അയാളുടെ ഭൂമിയിൽ അയാളെ മേലെ കാണ്ട്. പക്ഷെ നിങ്ങൾ ഭൂമി അയാളെ സ്വീകരിച്ചിട്ടില്ല. എത്രയെ പോക്കിയും പിന്നെ പാടെ മേൽ പണ്ട്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹിൻ്റെ ഹബീബിയുടെ ഒരു പലക്കം നോക്കൊരു ഇന്നല്ലാഹ പിന്നെ ഇന്നൽ അർള ലാ തഖ്ബലുഹു നബി തങ്ങ ചെന്നതേ പലക്ക മക്കത്തെ മുശ്രിക്കും ചെന്നാർ അയാളെ ഭൂമി സ്വീകരിക്കില്ല. അപ്പോൾ അയാൾ ആർക്കും ബാനായിട്ടാവണം നബി തങ്ങ ഒന്നര ചെന്നു, ഭൂമിക്ക് പോലും അയാൾ ബാനായിട്ടാവണമുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിയുടെ ഒരു ബായിൽ വന്ന പലക്കം നോക്കൂ. മഹാന്മാരെ ബായിലെ തൊട്ട് ഭാര്യ ജാഗ്രതാക്കണം. അങ്ങനെ ബായിൽ നിന്നിട്ട് ഒരു പലക്ക വന്നിട്ടായെങ്കിൽ അതുപോലെ അള്ളാഹു ആക്കി കാട്ടാൻ ചിലർക്ക്
ജ്വലന്ത ഒരു ഉദാഹരണയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കുകയും ആളോട്ട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി